ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടോ ഇത്. കാരണം ഞാൻ എപ്പോഴും പറയാറ് പൊടികളൊക്കെ വഴറ്റി അതിന്റെ പച്ചമണം മാറണം, പച്ചച്ചൊവ മാറണം എന്നൊക്കെയല്ലേ പറയണേ. പക്ഷെ ഇന്നിപ്പോ ഇങ്ങനെ കറി വെച്ചതോടുകൂടി ആ ധാരണ അങ്ങ് മാറി കിട്ടിട്ടോ. ഇതിൽ പൊടികളൊന്നും ഞാൻ വഴറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യും പോലെ പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 വറ്റൽമുളക്, 3-4 ഏലക്കായ, 1/4 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു, അതുപോലെ ജാതിപത്രിയുടെ ഒരു ഉണക്കിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത്, അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട. ഇത്രയും എടുത്തിട്ട് നന്നായിട്ട് ആ ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ, ഒരു മിനിറ്റ്. ഈ 4 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. അത് ഉപ്പ് ചേർത്തിട്ട് വഴച്ചണം കേട്ടോ. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഒന്ന് വഴച്ചെടുത്തതിന് ശേഷം പകുതി വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി ചതച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു വലിയ സ്പൂൺ നിറയെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം പകുതി പകുതി ആട്ടോ കൊടുത്തത്. വെളുത്തുള്ളി പകുതി, ഇഞ്ചി പകുതി, പിന്നെ കാന്താരി മുളക് ഞാൻ ഒരു എന്താ പറയാ ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ആണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇടുന്നില്ല, അതുകൊണ്ടാട്ടോ 1/4 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തത്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ, കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കന്റെ പീസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ആ സവാളയിൽ നന്നായിട്ട് ഒന്ന് എന്താ പറയാ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. 5 മിനിറ്റിന് ശേഷം ആ മൂടി ഒന്ന് തുറന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ഉണ്ടല്ലോ, നല്ല പഴുത്ത വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കുക കേട്ടോ. ഇതിന് വെന്ത് വന്നതിന് ശേഷം കേട്ടോ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതാ ഒരു 1/4 ഭാഗത്തോളം ഒക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റേണിന്റെ ആട്ടോ ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. മുളക് പൊടി എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കാശ്മീരി ചേർക്കുന്നില്ല, ഇതിന് അത്യാവശ്യം കളർ ഉള്ളതുകൊണ്ട് കാശ്മീരി ഇനി ചേർക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ക്രഷ് ചെയ്തത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു പിടി മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം, നന്നായിട്ട് എല്ലായിടത്തും ആവണം. ആ രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 2 കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അവിടെ ഇരിക്കട്ടെ കേട്ടോ. ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ കഴിക്കാനും ഇത് അടിപൊളിയായിട്ട്. ഇതിന്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ഒരു പറ ചോറ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. താങ്ക് യു.